Hello students, in this session I will be covering Annamalai University's Bachelor of Commerce first year subject management principles, and in this session I will be covering lesson 14, delegation process, difficulties and advantages. In the last class, lesson 13, we have seen what do you mean by delegation. Delegation എന്താണെന്ന് നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ലെസൺ 13. ഓക്കെ, ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്പീരിയർ ഓഫീസർ, അതായത് ഒരു മാനേജർ ആ ഡിപ്പാർട്ട്മെന്റിൽ, അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലെ വർക്കുകൾ സബോർഡിനേറ്റ്സിന് നൽകുന്നു, വീതിച്ച് നൽകുന്നു. ഓരോരുത്തരുടെ കഴിവനുസരിച്ച്, സബോർഡിനേറ്റ്സിന്റെ കഴിവ് അനുസരിച്ച് വീതിച്ച് നൽകുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിപ്പാർട്ട്മെന്റ്സിലെ HOD, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് ആരാണ് ഹെഡ് ചെയ്യുന്നത്, അദ്ദേഹം ആണ് തൻ്റെ കീഴിലുള്ള ആളുകൾക്ക്, വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിന് ചെയ്യേണ്ട ജോലികൾ ഓൺ എ ഡേ ടു ഡേ ബേസിസ് എന്തൊക്കെ ജോലികൾ ചെയ്യണമെന്ന് അതനുസരിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് ഇൻസ്ട്രക്ഷൻസ് നൽകും, ഗൈഡൻസ് നൽകും, കൂടാതെ എങ്ങനെയാണ് ആ എംപ്ലോയീസ് പെർഫോം ചെയ്യണത് എന്നുള്ളതും കൂടി നോക്കുകയും ചെയ്യും. എന്നിട്ട് ആവശ്യമായ ചേഞ്ചസ് ആ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഓക്കെ, ഡെസിഗ്നേഷൻ അല്ലാതെ ഉദ്ദേശിക്കുന്നത് ആരാണോ ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്നത്, ഓക്കെ, അതിൻ്റെ ഉത്തരവാദി അല്ലെങ്കിൽ മേധാവി ആണ് അത് നൽകുന്നത്. അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ സബോർഡിനേറ്റ്സിന് നൽകുന്നത്. ഓക്കെ, ഇനി പ്രോസസ് ഓഫ് ഡെലിഗേഷൻ, എന്തൊക്കെ ചേർന്നതാണ് ഡെലിഗേഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഡെലിഗേഷൻ സ്കിൽസ് ഗൈഡ് ഡീൽസ് വിത്ത് general delegation principles and process which is applicable to individuals and teams or to specially formed groups of people for individual projects. Okay, ഈ ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനാവാം, അതായത് ആ ഇൻഡിവിജ്വൽ ഏറ്റെടുക്കുന്ന ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ജോലികൾ, കൂടാതെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ടീം ആവുമ്പോൾ ആ ടീമിന് ഒരു ലീഡർ ഉണ്ടാവും. ആ ലീഡറാണ് ആ ടീമിലുള്ള ഓരോരോ ടീം മെമ്പേഴ്സിനും എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഡെലിഗേഷൻ ഈസ് എ വെരി ഹെൽപ്ഫുൾ എയ്ഡ് ഫോർ സക്സഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരാൾ പിരിഞ്ഞു പോവുകയോ റിട്ടയർ ആവുകയോ ഒക്കെ ചെയ്താൽ അയാളുടെ ജോലി ഏറ്റെടുക്കാൻ വേണ്ടി വേറൊരാളെ ട്രെയിൻ ചെയ്യിച്ചെടുക്കുക. ഓക്കെ, ആ പിരിഞ്ഞു പോകുന്ന ആൾ അല്ലെങ്കിൽ റിസൈൻ ചെയ്ത് പോകുന്ന ആളുണ്ടാവും. അപ്പോൾ അയാളുടെ ജോലികൾ വേറെ ആൾക്ക് ഏറ്റെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പിരിഞ്ഞു പോകുന്ന ആളുകളുടെ ജോലി വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യിച്ചെടുക്കുന്നത് ചെയ്യാൻ, ഭാവിയിൽ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ട്രെയിനിങ്ങിലൂടെ പ്രാപ്തിയാക്കി എടുക്കുന്നതിന് നമ്മൾ ഡെലിഗേഷൻ ഉപയോഗിക്കാറുണ്ട്. ഇഫക്റ്റീവ് ഡെലിഗേഷൻ ഈസ് ആക്ച്വലി ക്രൂഷ്യൽ ഫോർ ഇഫക്റ്റീവ് സക്സഷൻ. നേരത്തെ മോളി പറഞ്ഞത് തന്നെയാണ്, പ്രോപ്പറായിട്ടുള്ള വേണ്ട രീതിയിലുള്ള ഡെലിഗേഷൻ, പ്രോപ്പറായിട്ടുള്ള സക്സഷൻ പ്ലാനിങ്ങിന്, അതായത് ഇഫക്റ്റീവ് സക്സഷൻ, അതായത് പുറത്തു പോകുന്ന ആൾ, ഓർഗനൈസേഷനിൽ നിന്ന് പുറത്തു പോകുന്ന ആളുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് ആവാൻ വേണ്ടി പുതിയ ആളെ പ്രാപ്തനാക്കുന്നു. ഓക്കെ, Delegation can be used to develop your people and yourself. നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ വേണ്ട രീതിയിൽ പ്രാപ്തിയുള്ള ആളാക്കി എടുക്കാൻ വേണ്ടി ഡെലിഗേഷൻ ഉപയോഗിക്കാം. As a giver of delegated tasks, you must ensure delegation happens properly. ഡെലിഗേറ്റ് ചെയ്താൽ മാത്രം പോരാ, വേണ്ട രീതിയിൽ ആ ഡെലിഗേറ്റ് ചെയ്ത ടാസ്കുകളെല്ലാം തന്നെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. അതാണ് ആ മാനേജറുടെ ഉത്തരവാദിത്തം. അതിനാണ് ഓവർസീ ദ പെർഫോമൻസ് ഓഫ് ദ പീപ്പിൾ എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള, അതായത് സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത ടാസ്കുകൾ വേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നും കൂടി ഉറപ്പുവരുത്തേണ്ടതായിട്ട് ഉണ്ട്. മാനേജിങ് ദ വേ you receive and agree to do delegated tasks is one of the central skills of
മാനേജിങ് അപ്വേർഡ്സ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ആ ഡെലിഗേറ്റ് ചെയ്ത ടാസ്കുകൾ വേണ്ട രീതിയിൽ നടക്കുന്നുണ്ടോ. ഡെലിഗേറ്റഡ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഡെലിഗേറ്റ് ചെയ്ത ടാസ്കുകൾ, അതായത് വേറൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത ടാസ്കുകൾ വേണ്ട രീതിയിൽ നടക്കുന്നുണ്ടോ എന്നും കൂടി ആ ഏൽപ്പിച്ചു കൊടുത്ത ആൾ നോക്കണം. അത് സാധാരണഗതിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആള് മാനേജറും ഏൽക്കുന്ന ആള്, ടാസ്കുകൾ ഏൽക്കുന്ന ആള് സബോർഡിനേറ്റ് എംപ്ലോയിയും ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ്, കാറ്റഗറീസ് ഓഫ് ഡിഫിക്കൽട്ടീസ് ഇൻ ഡെലിഗേഷൻ. ഡെലിഗേഷനിൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? ഒന്ന്, ഓൺ ദ പാർട്ട് ഓഫ് സുപ്പീരിയർ, അതായത് മാനേജർക്ക് എന്താണ് ഡിഫിക്കൽട്ടീസ്? ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇൻ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ് ഈ ഡെലിഗേറ്റഡ് ടാസ്കുകൾ അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാൻ പോകുന്ന ടാസ്കുകൾ വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിക്കുമോ? ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ സബോർഡിനേറ്റിന്റെ മുകളിൽ അതുണ്ടാവാം. കാരണം അയാൾക്ക് കഴിവുണ്ടോ, സബോർഡിനേറ്റിന് കഴിവുണ്ടോ എന്നൊരു നിശ്ചയമില്ലായ്മ മാനേജറുടെ ഭാഗത്ത് അല്ലെങ്കിൽ സൂപ്പർവൈസറിന്റെ ഭാഗത്ത് ഉണ്ടാവാം. ഫിയർ ഓഫ് കോമ്പറ്റീഷൻ. ഇനി ഡെലിഗേറ്റ് ചെയ്ത ടാസ്കുകൾ സബോർഡിനേറ്റ് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ സബോർഡിനേറ്റ് നല്ല പേര് വരെയും മാനേജർക്ക് അതൊരു മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുമോ എന്നൊരു സംശയം സുപ്പീരിയറുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ലവ് ടു അതോറിറ്റി. എപ്പോഴും മാനേജർക്ക്, അതായത് എ സുപ്പീരിയർ വിൽ നോട്ട് ഡെലിഗേറ്റ് ഹിസ് റൈറ്റ്സ് ഇഫ് ഹി ഈസ് ആൻ ഓട്ടോക്രാറ്റ്. അയാൾ സ്വന്തമായിട്ട് അതോറിറ്റി സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ ടാസ്കുകൾ ഡെലിഗേറ്റ് ചെയ്യില്ല, അയാൾ തന്നെ ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. എന്നിട്ട് അയാൾക്ക് പേരെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക. ഫീലിംഗ് ഓഫ് പെർഫെക്ഷനിസം. മാനേജർ വിചാരിക്കുക അയാൾ മാത്രം ചെയ്താൽ മാത്രമേ ആ ടാസ്കുകൾ പെർഫെക്റ്റ് ആവുള്ളൂ എന്നൊരു മാനേജർ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ടാസ്കുകൾ സബോർഡിനേറ്റിന് വിട്ടുകൊടുക്കാൻ മനസ്സ് തോന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് സുപ്പീരിയറുടെ അതായത് മാനേജറുടെ പാർട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള ഡിഫിക്കൽട്ടീസ്. ഇനി സബോർഡിനേറ്റ്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിലോ, ഡിപ്പെൻഡൻസ് ഓഫ് ദ ബോസ്. സബോർഡിനേറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ, ഡെലിഗേറ്റഡ് ടാസ്കിനെ പറ്റി കാര്യങ്ങൾ അറിയാൻ എപ്പോഴും ബോസുമായിട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. കാരണം ബോസ് അങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും സംശയം വന്നാൽ എന്നോട് ചോദിക്കണം, അല്ലാതെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് എപ്പോഴും ഈ ടാസ്കിനെ സംബന്ധിച്ചുള്ള ഡിപ്പെൻഡൻസി, അതായത് അയാളുമായിട്ട് ബോസുമായിട്ട് എപ്പോഴും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും സബോർഡിനേറ്റ്. ഫിയർ ഓഫ് ക്രിറ്റിസിസം. സബോർഡിനേറ്റിന്റെ മനസ്സിൽ ഒരു ക്രിറ്റിസിസം ഉണ്ടാവും. എനിക്കിടെ ടാസ്ക് ഏൽപ്പിച്ചു, ഞാൻ ചെയ്തത് ശരിയാവുമോ, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തെറ്റായി പോവോ, എനിക്ക് ചീത്ത കേൾക്കുമോ എന്നുള്ള സബോർഡിനേറ്റിന് എപ്പോഴും ഒരു സംശയം ഉണ്ടായിരിക്കും. ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അത് മാനേജർ ചെയ്യുന്ന ജോലിയാണ്, എനിക്കത് ചെയ്യാൻ പറ്റുമോ, പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ സബോർഡിനേറ്റിന്റെ മനസ്സിലുണ്ടാവും. ലാക്ക് ഓഫ് പോസിറ്റീവ് ഇൻസെന്റീവ്സ്. ഓക്കെ, സബോർഡിനേറ്റ് വിചാരിക്കുന്നത് എന്താണ്? എ സബോർഡിനേറ്റ് മേ അൺവില്ലിംഗ് ടു അക്സെപ്റ്റ് അതോറിറ്റി ഇഫ് ഹി ഡസ് നോട്ട് ഗെറ്റ് എനി ഇൻസെന്റീവ്. ഈ ടാസ്ക് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഉണ്ടാവുള്ളൂ. പ്രോപ്പറായിട്ട് അതോറിറ്റി മാനേജർ വിട്ടുകൊടുക്കൂല സബോർഡിനേറ്റിന്. അപ്പോൾ അതുകൊണ്ട് ആ അതോറിറ്റി മാത്രമല്ല, ചെയ്താൽ പ്രത്യേകിച്ച് ഒരു ഇൻസെന്റീവ് ഒന്നും കിട്ടൂല്ലാത്ത അവസ്ഥ ഉണ്ടാവും. ഓക്കെ, പ്രോപ്പറായിട്ട് ആ മാനേജർ ഞാൻ ജോലി ചെയ്തുകൊണ്ട്, സബോർഡിനേറ്റ് ജോലി ചെയ്തുകൊണ്ട് ഒരു ഗുണമില്ലായ്മയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സബോർഡിനേറ്റ് വേണ്ട രീതിയിൽ ആ ടാസ്ക് നടത്താൻ, ഡെലിഗേറ്റഡ് ടാസ്ക് നടത്താൻ ഒരു എന്താ പറയുക, ഒരു ശുഷ്കാന്തി കാണിക്കില്ല. ഓക്കെ, ഒരു പ്രത്യേകമായിട്ടൊരു തയ്യാറെടുപ്പോ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല. ഇത്രയും കാര്യങ്ങളാണ് സബോർഡിനേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഡിഫിക്കൽട്ടീസ്. ഇനി ഇതൊക്കെ എല്ലാം എങ്ങനെ കറക്റ്റീവ് മെഷേഴ്സ് എന്ത് ചെയ്യാം, ഡെലിഗേഷൻ ടാസ്ക് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി എന്തൊക്കെ കറക്റ്റീവ് മെഷേഴ്സ്, ഈ മുകളിൽ പറഞ്ഞ സുപ്പീരിയറിന്റെ ഭാഗത്തു നിന്നുള്ള ഡിഫിക്കൽട്ടീസും സബോർഡിനേറ്റിന്റെ ഭാഗത്തുള്ള ഡിഫിക്കൽട്ടീസും നമുക്ക് ഓവർകം ചെയ്യാൻ, അത് മാറ്റിവെച്ച് നല്ല രീതിയിൽ ടാസ്ക് ഡെലിഗേഷൻ ചെയ്യാനും അതൊക്കെ എങ്ങനെ നല്ല രീതിയിൽ ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും എന്തൊക്കെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അടുത്ത ഡിഫൈനിങ് ദ അസൈൻമെന്റ്സ്. കറക്റ്റായിട്ട് ആ ടാസ്ക് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം, ആരൊക്കെ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം എന്ന ഒരു കറക്റ്റായിട്ടൊരു മാർഗനിർദ്ദേശം ഉണ്ടാക്കുക. അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത് എഴുതി ഇന്നതാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടാക്കിയെടുക്കുക. പ്രോപ്പർ സെലക്ഷൻ ഓഫ് ദ പേഴ്സൺ. ആരാണ് ഇന്ന ടാസ്ക് ചെയ്യേണ്ടതെന്ന്
അയാളുടെ കഴിവ് അനുസരിച്ച് അയാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള മാനേജറുടെ കോൺഫിഡൻസ് അനുസരിച്ച് അത് ആ ആളെ സെലക്ട് ചെയ്യുക. എസ്റ്റാബ്ലിഷിംഗ് പ്രോപ്പർ കൺട്രോൾ. മാനേജർ വേണ്ട രീതിയിൽ കൺട്രോൾ വയ്ക്കണം. കൺട്രോൾ വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഗൈഡൻസ് വേണ്ട രീതിയിൽ കൊടുക്കുക ജോലി ചെയ്യാനുള്ളത്. കൂടാതെ സബോർഡിനേറ്റ് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ ആ ജോലിയിൽ അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്ത ടാസ്കിൽ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യും കൂടി വേണം. അതുകൊണ്ടാണ് കൺട്രോൾ വെക്കണം എന്ന് പറയാൻ കാരണം. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. സബോർഡിനേറ്റും മാനേജറുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ. എന്താണ് ടാസ്ക് ചെയ്യേണ്ടത്, എന്ത് ടാസ്ക്കാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര രീതിയിൽ ചെയ്യണം, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കണം എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാനേജറുടെ കയ്യിൽ നിന്ന് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്ത സബോർഡിനേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കണം. കൂടാതെ ഓരോരോ സമയാസമയങ്ങളിൽ സബോർഡിനേറ്റ് എന്തൊക്കെ വർക്കുകൾ ചെയ്തു, എങ്ങനെയാണ് അതിൻ്റെ വർക്കുകളുടെ സ്ഥിതിവിശേഷം എന്ന് മാനേജറെ തിരിച്ച് അറിയിക്കുകയും വേണം. എന്നിട്ട് വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പോരായ്മകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തി മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. അടുത്തത് റിവാർഡ്സ് ഫോർ പെർഫോമൻസ്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സബോർഡിനേറ്റ്സിനെ റിവാർഡ്സ് ചെയ്യണം. അതായത് ഇൻക്രിമെന്റ്സ് കൊടുക്കാം, ട്രാൻസ്ഫർ ആണെങ്കിൽ ട്രാൻസ്ഫർ കൊടുക്കാം, പ്രൊമോഷൻ കൊടുക്കാം എന്നൊക്കെ ചെയ്യാം. ഓക്കെ. എസ്റ്റാബ്ലിഷിംഗ് കൺഡ്യൂസീവ് എൻവയോൺമെന്റ്. കൺഡ്യൂസീവ് എൻവയോൺമെന്റ് നല്ല ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള നല്ല എന്താ പറയുക അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുകയും വേണ്ട രീതിയിൽ സഹകരണ മനോഭാവമുള്ള ഒരു എൻവയോൺമെന്റ്, അതായത് വർക്ക് പ്ലേസ് എൻവയോൺമെന്റ് ഉണ്ടാക്കി നൽകാൻ പറ്റും മാനേജർക്ക്. സബോർഡിനേറ്റ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡെലിഗേറ്റഡ് ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ അധികാര സ്വയത്തോടുകൂടിയുള്ള ഒരു എൻവയോൺമെന്റ്, വർക്ക് പ്ലേസ് എൻവയോൺമെന്റ് ആണെങ്കിൽ സബോർഡിനേറ്റ്സിന് വർക്ക് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും, മാനേജറോട് സഹകരിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതില്ലാതെ നല്ലൊരു എൻവയോൺമെന്റ് എപ്പോഴും മാനേജർ ഒരുക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡെലിഗേഷൻ, ഡിഫിക്കൽട്ടീസ് ഇൻ ഡെലിഗേഷൻ മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ഇനിയുള്ള ലാസ്റ്റ് പോയിന്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഡെലിഗേഷൻ. എന്തൊക്കെയാണ് ഈ ഡെലിഗേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Delegation is how to distribute formal authority throughout the organizational structure is a key organizational decision. എങ്ങനെയാണ് വർക്കുകൾ അതിൻ്റെ അതോറിറ്റി ചെയ്യാനുള്ള അതോറിറ്റി മാനേജേഴ്സ് സബോർഡിനേറ്റ്സിന് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ എടുക്കേണ്ട പ്രധാനപ്പെട്ട ഡിസിഷനുകളിൽ ഒന്ന്. When used properly, delegation has several important advantages. The first and most obvious is that the more tasks managers are able to delegate, the more opportunities they have to seek and accept increased responsibilities from higher level managers. Delegation ചെയ്തു കഴിഞ്ഞാൽ മാനേജേഴ്സിന് സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് കൂടുതൽ വർക്കുകൾ കൊടുക്കാൻ സാധിക്കുകയും ഹയർ ലെവൽ മാനേജേഴ്സിന് കൂടുതൽ വർക്കുകൾ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന വർക്കുകൾ ഡെലിഗേറ്റ് ചെയ്ത് സബോർഡിനേറ്റ്സിന് വേണ്ട രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വർക്കുകൾ ഹയർ ലെവൽ മാനേജേഴ്സിന് കിട്ടും. അപ്പോൾ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാനേജേഴ്സിന് തന്നെ ഒരു നല്ല ഒരു പേരുണ്ടാവാൻ സാധ്യതയുണ്ട് ഓർഗനൈസേഷനിൽ. Another advantage of delegation is that it frequently leads to better decisions. Delegation ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജറുടെ കയ്യിൽ കുറച്ച് വർക്കുകളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വർക്കുകൾ വെച്ചിട്ട് കൂടുതൽ ഡിസിഷൻ മേക്കിങ്ങിന് അത് വേണ്ടതായ രീതിയിൽ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടതായിട്ട് രീതിയിലുള്ള നല്ല നല്ല ഡിസിഷൻസ് എടുക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള സമയം മാനേജേഴ്സിന് കിട്ടും. അല്ലെങ്കിൽ വർക്ക് ഓവർലോഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജേഴ്സിന് വർക്കുകൾ ചെയ്യാനുള്ള സമയമേ ഉണ്ടാവുകയുള്ളൂ, ചിന്തിക്കാനുള്ള സമയം ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ടാസ്കുകളെല്ലാം ഡെലിഗേറ്റ് ചെയ്ത് സബോർഡിനേറ്റ്സിനെ കൊണ്ട് ചെയ്യിക്കണം. അവർക്ക് വേണ്ടതായ ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും പെർഫോമൻസ് ഓവർസീയിങ്ങും മോട്ടിവേഷനൊക്കെ നൽകി സബോർഡിനേറ്റ്സിനെ വളർത്തിയെടുക്കണം എന്നാണ് പറയുന്നത്. ഇഫക്റ്റീവ് ഡെലിഗേഷൻ ഓൾസോ സ്പീഡ്സ് അപ്പ് ഡിസിഷൻ മേക്കിംഗ്. നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഡെലിഗേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫക്റ്റീവായിട്ട് ഡെലിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങിന് സാവകാശവും അത് സ്പീഡായിട്ട് ചെയ്യാൻ മാനേജേഴ്സിന് പറ്റും എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസൺ 14 പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം.
ക്വസ്റ്റ്യൻസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഡെലിഗേഷൻ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാനേജ്മെന്റ് സ്കിൽസ്, എക്സ്പ്ലെയിൻ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിൽ ഡെലിഗേഷൻ എന്താണെന്ന് എഴുതണം, എങ്ങനെയാണ് ഡെലിഗേറ്റ് ചെയ്യേണ്ടതെന്ന് എഴുതണം, ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഇതിൽ പറഞ്ഞു വെക്കണം. ഓക്കെ, ഒരു എസ് എ ക്വസ്റ്റ്യൻ പോലത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വാട്ട് യു മീൻ ബൈ ഡെലിഗേഷൻ പ്രോസസ്, വാട്ട് ആർ ഇറ്റ്സ് സ്റ്റെപ്സ് എന്ന് ചോദിക്കാം. അപ്പോൾ പ്രോസസ് ഓഫ് ഡെലിഗേഷൻ എന്താണ്, ആ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഡിഫിക്കൽട്ടീസ് ഓഫ് ഡെലിഗേഷൻ ചോദിക്കാം. കൂടാതെ വാട്ട് യു മീൻ ബൈ ഡെലിഗേഷൻ, വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് എന്ന് ചോദിക്കാം എന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പഴയ ചാപ്റ്ററിൽ നിന്നും ഈ ചാപ്റ്ററിൽ നിന്നും കോമ്പിനേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ മിക്കവാറും എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത് ഈ ലെസണിൽ നിന്ന്, ലെസൺ 14 നിന്ന്. ഓക്കെ, അപ്പോൾ വീഡിയോ പിന്നെയും കാണുക, ഇതെന്താണെന്ന് മനസ്സിലാക്കുക, കൂടുതൽ റീഡ് ചെയ്യുക ടെക്സ്റ്റ് ബുക്ക്. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ഇതിനെപ്പറ്റി കിട്ടുമെങ്കിൽ റീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ എഴുതാൻ സഹായിക്കും. ഓക്കെ, ഓർത്തിരിക്കേണ്ട കാര്യം, മാർക്ക്, ക്വസ്റ്റ്യനിൽ നിന്നുള്ള മാർക്ക് എത്രയാണോ അലൊക്കേഷൻ, അതനുസരിച്ച് ആൻസർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്നുകൂടി പറയുന്നു. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.